Dear students, we have completed our third chapter, Resistance and First War of Independence. From that chapter, we have discussed some resistance movements of farmers, weavers, and princely kings, and some leaders in Kerala. And finally, India freed from British rule in the year of 1947 on August 15th. ഒരുപാട് റെസിസ്റ്റൻസിന് ശേഷം ഒരുപാട് സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് ശേഷം ഒരുപാട് പേരുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് 1947 ഓഗസ്റ്റ് 15ന് ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയില്ലേ. ഓക്കെ, ദെൻ we have to start the fourth chapter in this part, India towards a new era. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആധുനിക കാലഘട്ടത്തിലെ ഇന്ത്യ എങ്ങനെയൊക്കെയായിരുന്നു, ഓരോ തലങ്ങളുടെയും സിസ്റ്റംസ് എന്തൊക്കെയായിരുന്നു, ഒരുപാട് ലീഡേഴ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട് ഇൻ ദിസ് ചാപ്റ്റർ. സോ we are going to start the fourth chapter, India towards a new era. Okay, the modern generation has no direct experience of the evil customs and superstition prevalent in Indian society. Okay, the life of the people of the past is a fiction to the present generation. So, we are the modern generation of India. നമ്മളൊക്കെ ജീവിക്കുന്നത് എന്താണ് 21ാം നൂറ്റാണ്ടിലാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്കറിയില്ല നമ്മുടെ മുൻ തലമുറ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്, എന്തൊക്കെ പ്രാക്ടീസസ് ആയിരുന്നു അവരുടെ കീഴിലുണ്ടായിരുന്നത്, എന്താണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന് എന്തൊക്കെ മൂവ്മെൻറ്റാണ് നടത്തുന്നത്, നമുക്ക് എന്താണ് ഒരു ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഇല്ല. നമ്മൾ ചരിത്രങ്ങളിൽ നിന്നും വായിച്ചിട്ടുള്ള അറിവ് നമുക്കുള്ളൂ അല്ലേ. അപ്പോൾ ദിസ് ചാപ്റ്റർ എക്സ്പ്ലെയിനിങ് അബൌട്ട് സം സിറ്റുവേഷൻ, സം കണ്ടീഷൻ in the past generation of India during the time of Indian independence. ഓക്കെ, അവർ ഇന്ത്യൻ ഇൻഡിപെൻഡൻസിൻ്റെ ടൈമിൽ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു അവിടെ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നതെന്ന് നമുക്കറിയണം അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ only by knowing the evil customs prevailed in society and how they were discarded, we can hold back the society from going back to the degenerated condition. Moreover, this knowledge is necessary for giving shape to a better social life. Okay, then the Indian opposed British exploitation and harmful policies of colonial rule from the days of its inception. ഓക്കെ, എന്താണ് ഈ ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിക്കുന്ന കാലത്ത് എന്താണ് ഒരു പാസ്റ്റ് ജനറേഷനിൽ ഒരുപാട് പൈശാചികപരമായിട്ടുള്ള വ്യവസ്ഥകളൊക്കെ ഇന്ത്യൻ ജനതയുടെ ഇടയിലുണ്ടായിരുന്നു. ഓക്കെ, ദെൻ ഓൾ ഓഫ് യു ലിസൺ. Okay, your textbook shows a picture. Can you see the picture? What is that? Yeah, this picture indicates an evil practice called sati, which existed in Indian society. Okay, അവരെന്താണ് ഒരാളെ ദഹിപ്പിക്കുന്നുണ്ട് അല്ലേ, മരിച്ച ഒരാളെ ദഹിപ്പിക്കുന്നുണ്ട്. എന്താണ് ബ്രൈഡൽ വേഷത്തിൽ അവിടെ ഒരു സ്ത്രീ ഉണ്ട് അല്ലേ, സ്വാഭാവികമായിട്ടും അയാളുടെ ഭാര്യയായിരിക്കും. എന്താണ് ആ ദഹിപ്പിക്കുന്ന കൂട്ടത്തിൽ ആ ഭാര്യയും കൂടെ എന്താണ് അതിലേക്ക് ചാടണം. അങ്ങനെയാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ പേരാണ് സതി. അപ്പോൾ ഇതെന്താണ് നമ്മുടെ പാസ്റ്റ് ജനറേഷനിൽ നിലനിന്നിരുന്ന ഒരു എന്താ പറയുക ദുരാചാരമായിരുന്നു. ഓക്കെ, ദെൻ സോ വി അണ്ടർസ്റ്റുഡ് ദാറ്റ് സെവറൽ social evil practices prevailed in Indian society in the past generation. Okay, then sati is an example for them. So do you know such social evils prevailed in Indian society? ഇതുപോലെ സതി അല്ലാതെ മറ്റുള്ള ഏതെങ്കിലും ഈവിൽ പ്രാക്ടീസ് നിങ്ങൾക്കറിയോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. Then you have some answers here. First one, child marriage. Okay, then second one, prohibition on widow remarriage, and third one, human sacrifice, and female infanticide, and slavery. Then you can add two more. Okay, then you can add the polygamy.
all of you write. And the caste system, then untouchability are examples for this such evil practices. Okay, then do you know what is child marriage? What's the meaning of child marriage? ശൈശവ വിവാഹം അല്ലേ, അതായത് ചെറിയ കുട്ടിയാവുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ഗ്രാൻഡ് മദേഴ്സ് എന്താ അവരോടൊക്കെ ചോദിച്ചാൽ അറിയാൻ പറ്റും എന്താണ് അവരുടെയൊക്കെ പാരൻസ് ചെറുപ്പം മുതൽ എന്താണ് കല്യാണം കഴിഞ്ഞ് പോരായിരിക്കും. ഇപ്പോൾ ഇന്നത്തെ പോലെ 18 വയസ്സ് തികയണമെന്നൊന്നുമില്ല, ചെറിയ കുട്ടികളാകുന്ന സമയത്ത് തന്നെ എന്താണ് വിവാഹം കഴിച്ചു കൊടുക്കും. ഈ ഒരു സിസ്റ്റം എന്താണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിൻ്റെ ആ ഒരു ടൈമിലായിരുന്നു ഉണ്ടായിരുന്നത്, ചൈൽഡ് മാരേജ്. ദെൻ പ്രൊഹിബിഷൻ ഓൺ വിഡോ റിമാരേജ്. എന്താണ് ഇപ്പോൾ ഒരാളുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് മറ്റൊരു വിവാഹം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ദെൻ ഹ്യൂമൻ സാക്രിഫൈസ്, എല്ലാ കാര്യത്തിലും എന്താണ് ക്ഷമിച്ചിരുന്നോണം. ദെൻ ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡ്, വിച്ച് മീൻസ് ഗേൾ ആണെങ്കിൽ എന്താണ് നമുക്ക് ഒരു സ്ത്രീക്ക് ഗർഭമുണ്ടെങ്കിൽ തൻ്റെ വയറ്റിലിരിക്കുന്ന കുട്ടി ഗേളാണെങ്കിൽ അതിനെന്ത് ചെയ്യുക, വയറ്റിൽ നിന്ന് തന്നെ കൊന്നുകളയാം. ദെൻ സ്ലേവറി, അടിമകളിലെ ഒരുപാട് അടിമകളായിട്ട് എന്താണ് പണമൊന്നുമില്ലാതെ ഭക്ഷണമൊന്നും കൊടുക്കാതെ ഒരുപാട് പാവപ്പെട്ട ജനങ്ങളെ എന്ത് ചെയ്യുക, അടിച്ചമർത്തുക. ദെൻ പോളിഗമി എന്ന് പറഞ്ഞാൽ ഒരാൾ തന്നെ ഒരുപാട് വിവാഹം കഴിക്കുന്ന ഒരു സിസ്റ്റം. ദെൻ യു ക്യാൻ റൈറ്റ് കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥ. എന്താണ് ഉയർന്ന തരത്തിലുള്ള ജാതികൾ, താഴ്ന്ന തരത്തിലുള്ള ജാതികൾ. ദെൻ അൺടച്ചബിലിറ്റി, എന്താണ് താഴ്ന്ന ജാതികൾക്ക് യാതൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, എന്താണ് മുതിർന്ന ജാതികൾക്ക് എല്ലാ ഡോമിനൻറ്റും. ഇങ്ങനെയൊക്കെ ഒരുപാട് ഈവിൾ പ്രാക്ടീസസ് ഈ ഒരു സമയത്ത് പാസ്റ്റ് ജനറേഷനിൽ ഇന്ത്യയിൽ എന്ത് ചെയ്തിരുന്നു, എക്സിസ്റ്റ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിനെതിരെ എന്തായാലും നമുക്ക് എന്ത് ചെയ്യണം, റെസിസ്റ്റ് ചെയ്യണം അല്ലേ. ഇങ്ങനെ ഒരു സിസ്റ്റമൊക്കെ നമുക്ക് എന്താണ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ഒരുപാട് ലീഡേഴ്സ്, ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ലീഡേഴ്സ് എന്താണ് ഇതുപോലുള്ള സിസ്റ്റങ്ങൾക്കൊക്കെ എതിരായി നിന്നിരുന്നു. സോ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദം. ഓക്കെ, അവരാരൊക്കെയും നമുക്ക് നോക്കാം. Okay, did you see this video? This video shows some of the pictures of reformers in India. അപ്പോൾ സതി പോലുള്ള ഈവിൾ പ്രാക്ടീസസിൽ നിന്നൊക്കെ ഇന്ത്യയെ ഒരു റിഫോം ചെയ്ത് ഇന്ത്യയെ ഒന്ന് മാറ്റിയെടുത്ത ലീഡേഴ്സാണ് ഇവരൊക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു സ്റ്റഡി അബൌട്ട് രാജാറാം മോഹൻ റോയ്. ഓക്കെ, വാട്ട് ആർ ദ റിഫോമേഴ്സ് taken place by him? Let's see. All of you listen. It's all about Rajaram Mohan Roy. Rajaram Mohan Roy, considered as the father of Indian Renaissance. Okay, ഇന്ത്യയിൽ നവോത്ഥാനം കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ലീഡറാണ് രാജാറാം മോഹൻ റോയ്. സോ ഹീ കൺസിഡേർഡ് ആസ് ദി ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ്. Okay, first of all, he adopted Western education in India. Okay, he recommended for the Western education, English education. Okay, അദ്ദേഹമാണ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. Then he tried to abolish the evil practices like sati and child marriage. ഓക്കെ, ഇന്ത്യയിൽ നിലനിന്നിരുന്ന സതി, അതുപോലെ ശൈശവ വിവാഹം, ചൈൽഡ് മാരേജ് ഒക്കെ ഇദ്ദേഹം എന്ത് ചെയ്തു, അബോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് റിഫോം ചെയ്തു. ദെൻ ഫസ്റ്റ് ഓഫ് ഓൾ he founded Brahma Samaj to propagate his ideology. അദ്ദേഹത്തിൻ്റെ ഐഡിയോളജീസൊക്കെ ഇന്ത്യയിൽ നിലവിൽ വരുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ഫോം ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ബ്രഹ്മ സമാജ്. ഓക്കെ, സോ ബ്രഹ്മ സമാജ് ഈസ് ദി ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ രാജാറാം മോഹൻ റോയ്. ഓക്കെ, സോ Rajaram Mohan Roy, born in the year of 1772 in West Bengal.
1772 രാജാറാം മോഹൻ റോയ് ജനിച്ചത്. ദെൻ ഹി മെയിൻലി അഡോപ്റ്റഡ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ആൻഡ് ഹി ട്രൈഡ് ടു അബോളിഷ് ചൈൽഡ് മാരേജ് ആൻഡ് സതി. Okay, then for the easy propagation of his ideology, he established Brahma Samaj in the year of 1828. 1828 അദ്ദേഹം ബ്രഹ്മസമാജ് സ്ഥാപിച്ചത്. ഓക്കെ, സോ ഹി വാസ് an important reformer in India. His ideologies played an important role in Indian reformers and modernized India. ഇന്ത്യയെ ഏറ്റവും കൂടുതൽ ആധുനികവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു റിഫോമറാണ് രാജാറാം മോഹൻ റോയ്. Okay, he born in the year of 1772 in West Bengal. Okay, then he introduced Western education in India. Okay, then he also a journalist. He wrote several journals in different languages like English, Bengali, Persian, etc. Okay, so his important journal is Samvad Kaumudi. Okay, then Atmiya Sabha, then Bengal Gazette is an important work in English language. So he wrote a lot of journals in India based on his ideologies. ഓക്കെ, അദ്ദേഹം ഒരുപാട് ബുക്സുകൾ, ഒരുപാട് ജേർണൽസ് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ജേർണലിൻ്റെ പേരാണ് ബംഗാൾ ഗസറ്റ്. ഓക്കെ, സോ Rajaram Mohan Roy was an important reformer to modernize India. So he considered as the father of Indian Renaissance. Okay, മനസ്സിലായില്ലേ? So the next reformer is Swami Dayanand Saraswati. Okay, he born in 1824. 1824 സ്വാമി ദയാനന്ദ സരസ്വതി ജനിച്ചത്. ഹി വാസ് എ ഫേമസ് ഇന്ത്യൻ ഫിലോസഫർ ആൻഡ് സോഷ്യൽ ലീഡർ എക്സെട്ര. എന്താണ്, ഒരുപാട് രാജാറാം മോഹൻ റോയെ പോലെ തന്നെ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരുപാട് ഈവിൾ പ്രാക്ടീസസിനെതിരെ പ്രവർത്തിച്ച ഒരു റിഫോമറാണ് സ്വാമി ദയാനന്ദ സരസ്വതി. മെയിൻലി ഹി റെസിസ്റ്റഡ് ദി ഐഡൽ വർഷിപ്പ്. വിഗ്രഹാരാധനകളൊക്കെ അദ്ദേഹം എതിർത്തിരുന്നു. ഓക്കെ, ദെൻ ഫോർ ഹിസ് ഐഡിയോളജി ഹി ഫൗണ്ടഡ് ആര്യ സമാജ് ഇൻ ഇന്ത്യ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷൻ്റെ പേരാണ് ആര്യ സമാജ്. സോ ഹി വാസ് ടോട്ടലി അഗെയിൻസ്റ്റ് ഫ്രം ദി കാസ്റ്റ് സിസ്റ്റം പ്രിവൈൽഡ് ഇൻ ഇന്ത്യ. ജാതി വ്യവസ്ഥ ഏറ്റവും കൂടുതൽ പ്രതികൂലിച്ചിരുന്ന ഒരാളായിരുന്നു സ്വാമി ദയാനന്ദ സരസ്വതി. ഓക്കെ, ഹി ഗേവ് ദ കോൾ ഗോ ബാക്ക് ടു വേദാസ്. വേദാസിലെ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യാനായിരുന്നു അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞിരുന്നത്. സോ ആര്യ സമാജ് ഈസ് ദി ഓർഗനൈസേഷൻ ഓഫ് സ്വാമി ദയാനന്ദ സരസ്വതി. ഓക്കെ, ദെൻ another reformer in Indian society is Jyotirao Phule. Okay, then this picture shows the image of Jyotirao Phule. He was also totally against caste system prevailed in India. ഓക്കെ, ഇന്ത്യയിലുണ്ടായിരുന്ന കാസ്റ്റ് സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ പ്രതികരിച്ച മറ്റൊരു ലീഡറായിരുന്നു ജ്യോതിറാവ് ഫൂലെ. ആൻഡ് ഹി പ്രൊമോട്ടഡ് വിഡോ റീമാരേജ്. അന്നത്തെ കാലത്ത് ഇന്ത്യൻ സമൂഹത്തിലുണ്ടായിരുന്ന പ്രൊഹിബിറ്റഡ് വിഡോ റീമാരേജ് ആയിരുന്നു അല്ലേ. ഒരു പുരുഷൻ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് രണ്ടാമതൊരു വിവാഹം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ടായിരുന്നില്ല. ബട്ട് ഹി വാസ് ടോട്ടലി അഗെയിൻസ്റ്റ് ദിസ് കോൺസെപ്റ്റ്. അദ്ദേഹം ഇതിനെ നന്നായിട്ട് എതിർത്തു. അതുപോലെ ഹി പ്രൊമോട്ടഡ് വിഡോ റീമാരേജ്. വിഡോ റീമാരേജ് ഇന്ത്യയിൽ പ്രൊമോട്ട് ചെയ്തത് ആരാണ്? ജ്യോതിറാവ് ഫൂലെയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഹി argued that free and compulsory education should be provided to children up to 12 years. Okay, and give primary concern to the education of the weaker section and women. കുട്ടികൾക്ക്
എന്താണ് കമ്പൽസറി എഡ്യൂക്കേഷൻ, ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്താണ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഇദ്ദേഹം എന്ത് ചെയ്തിരുന്നു, പ്രൊമോട്ട് ചെയ്തിരുന്നു. അതുപോലെ താഴ്ന്ന ജാതിയിലുള്ള കുട്ടികൾക്കും സ്ത്രീകൾക്കും എഡ്യൂക്കേഷൻ വേണമെന്ന് അദ്ദേഹം പറഞ്ഞു. For the working of his ideologies, he founded an organization called സത്യശോധക് സമാജ്. അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷൻ്റെ പേരാണ് സത്യശോധക് സമാജ്. ഓക്കെ, he mainly promoted widow remarriage and compulsory education for the children and also weaker section and women, upliftment of the weaker section and women. ഓക്കെ, സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ വിദ്യാഭ്യാസം വേണം എന്ന് അദ്ദേഹം പറഞ്ഞു. Then we have to study about a lady reformer, the famous lady reformer Pandita Ramabai. Okay, Pandita Ramabai also founded ആര്യ മഹിള സഭ. അവരുടെ ഓർഗനൈസേഷൻ്റെ പേരാണ് ആര്യ മഹിള സഭ. അപ്പോൾ സ്ത്രീയാകുമ്പോൾ നമുക്ക് ഊഹിക്കാൻ പറ്റും അവരെന്തിനു വേണ്ടിയായിരിക്കും റിഫോം ചെയ്തത്? ഫോർ ദി അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് വുമൺ അല്ലേ, സ്ത്രീകളുടെ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട്, സൊസൈറ്റിയിൽ സ്ത്രീകൾക്ക് എന്താണ് കൺസിഡറേഷൻ വേണം എന്ന് പറഞ്ഞിട്ടാണ് പണ്ഡിറ്റ് രമാബായി എന്ത് ചെയ്തത്, റിഫോം ചെയ്തത്. ഷീ ഫോട്ട് അഗെയിൻസ്റ്റ് സോഷ്യൽ ഇനിക്വാളിറ്റീസ് ഫേസ്ഡ് ബൈ വിമൻ ആൻഡ് വർക്ക്ഡ് ടയർലെസ്ലി ഫോർ വിമൻസ് എഡ്യൂക്കേഷൻ ആൻഡ് ദി എംപവർമെൻറ്റ് ഓഫ് ദി വിഡോസ്. പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെയാണ്, സൊസൈറ്റിയിൽ സ്ത്രീകളെ മാറ്റി നിർത്താൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. And she promoted women's education and the empowerment of widows. വിമൻസ് എഡ്യൂക്കേഷൻ, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം, കുട്ടികൾക്ക് വിദ്യാഭ്യാസം. അതുപോലെ ഷീ പ്രൊമോട്ടഡ് വിഡോ റിമാരേജ്, വിഡോ റിമാരേജ് അവരെന്ത് ചെയ്തിരുന്നു, പ്രൊമോട്ട് ചെയ്തിരുന്നു. അതുപോലെ വർക്കിംഗ് പ്ലേസസിലൊക്കെ, ജോബിലൊക്കെ സെയിം സാലറി വേണം, പുരുഷന്മാർക്ക് ഹൈ സാലറി അതൊന്നുമില്ല, ഓൾ ആർ ഈക്വൽ എന്നാണ് പണ്ഡിറ്റ് രമാബായി പ്രൊമോട്ട് ചെയ്തത്. ആൻഡ് ഫോർ ദിസ് പർപ്പസ് ഷീ ഫൗണ്ടഡ് ഹെർ ഓർഗനൈസേഷൻ ആര്യ മഹിള സഭ. ഓക്കെ, ഡിഡ് യു ഗെറ്റ് ഇറ്റ്? മനസ്സിലായില്ലേ? ഓക്കെ, ആഫ്റ്റർ പണ്ഡിറ്റ് രമാബായി വി ഹാവ് ടു സ്റ്റഡി അബൌട്ട് ദ നെക്സ്റ്റ് റിഫോമർ. ഇറ്റ്സ് സർ സെയ്ദ് അഹമ്മദ് ഖാൻ. Okay, he was a famous reformer in Indian history. Then he fought for the education for Muslims, among the Muslims. Okay, modern education. He initiated modern education among the Muslims, and for his purpose he established Mohammedan Anglo-Oriental College at Aligarh. ഡൽഹിയിലെ അലിഗഡിൽ അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷനാണ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ്. Okay, so today it's famous by the name Aligarh Muslim University. ഇന്ന് അലിഗഡ് യൂണിവേഴ്സിറ്റി, have you heard about it? അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി കേട്ടിട്ടില്ലേ? ഇത് ആര് ഫോം ചെയ്തതാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഫോം ചെയ്തതാണ്. ഫോർ ദി അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് ദി മോഡേൺ എഡ്യൂക്കേഷൻ എമംഗ് ദി മുസ്ലിംസ്. Okay, then one of his remarks on Hindu-Muslim unity, he given some concepts. Okay, let's see what are they. Both Hindus and Muslims breathe the air of India, drink the water of Ganga and Yamuna. We both feed upon the products of the Indian soil. We are together in life and death. അവർ പറയുന്നത്, സർ സയ്യിദ് അഹമ്മദ് ഖാൻ അവർ പറയുന്നത്, നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യയിലാണല്ലേ, നമ്മൾ ശ്വസിക്കുന്നത് ഇന്ത്യയിലെ എയർ തന്നെയാണ്, നമ്മൾ കുടിക്കുന്നത് ഗംഗയിലെയും യമുനയിലെയും വാട്ടറാണ്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ മണ്ണിൽ ഇന്ത്യൻ സോയിലുണ്ടായതാണ്. അപ്പം നമുക്ക് ഒരുമിച്ച് ജീവിച്ചൂടെ, ഒരുമിച്ച് മരിച്ചൂടെ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ദെൻ റിലീജിയസ് ഇനിക്വാളിറ്റി അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ മുസ്ലിംസ് വേറെ ഹിന്ദുസ് വേറെ അങ്ങനെയല്ല, ഓൾ ആർ ഈക്വൽ ബിഫോർ ഇന്ത്യ. ഇന്ത്യക്ക് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ഹീ എസ്റ്റാബ്ലിഷ്ഡ് ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ്, മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് ടു പ്രൊമോട്ട് ദി വെസ്റ്റേൺ എഡ്യൂക്കേഷൻ. ഓക്കെ, അമംഗ് ദി മുസ്ലിംസ് ആൾസോ. മുസ്ലിംസിൻ്റെ ഇടയിൽ മോഡേൺ എഡ്യൂക്കേഷൻ കൊണ്ടുവരാനാണ് അദ്ദേഹം മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് അലിഗഡിൽ സ്ഥാപിച്ചത്. ഓക്കെ,
Then next reformer in India is Swami Vivekananda. Okay, then he was mainly fought against the caste system in India. ഓക്കെ, അന്ന് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥക്കെതിരായിരുന്നു സ്വാമി വിവേകാനന്ദ. വി നോ ദാറ്റ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി ദർ ആർ സോ മെനി കാസ്റ്റ് സിസ്റ്റം. ഇന്ത്യ എന്ന് പറയുന്നത് തന്നെ ലോകത്തിലെ ഏത് രാജ്യങ്ങളിൽ പോയാലും ഇന്ത്യയിലാണ് കാസ്റ്റ് സിസ്റ്റം. അതുപോലെ ഒരുപാട് മതങ്ങൾ, ഒരുപാട് ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാർ, ഒരുപാട് ജാതിയിലുള്ള ആൾക്കാരൊക്കെ കാണുന്ന ഒരു ഒരു യുണീക്കായിട്ടുള്ളൊരു രാജ്യമാണ് ഇന്ത്യ. ഓക്കെ, ഒരുപാട് കാസ്റ്റ് സിസ്റ്റം, കാസ്റ്റുകൾ ഇന്ത്യയിലുണ്ട്. ബ്രാഹ്മിൻ, ക്ഷത്രിയാസ്, വൈശ്യാസ്, ശൂദ്രാസ്, ഇതൊക്കെ ഇവരെ എക്സാമ്പിളാണ്. അപ്പം ഉയർന്ന ജാതിയിലുള്ള ആൾക്കാർക്കുണ്ടായിരുന്ന സ്വാതന്ത്ര്യമോ അവരുടെ എഡ്യൂക്കേഷനോ അവർക്ക് സമൂഹത്തിലുള്ള നിലയും വിലയൊന്നും താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാർക്ക് ഉണ്ടായിരുന്നില്ല. ദേ ലിവ്ഡ് ആസ് എ സ്ലേവ്സ് ഓഫ് ദി ഹയസ്റ്റ് ക്ലാസ് പീപ്പിൾ. അവർ ജീവിച്ചിരുന്നത് ഉയർന്ന ജാതിക്കാരുടെ അടിമകളായിട്ടായിരുന്നു താഴെ തട്ടിലുള്ള ജാതികൾ ജീവിച്ചിരുന്നത്. സോ ഹീ ഫോട്ട് അഗെയിൻസ്റ്റ് ദിസ് കാസ്റ്റ് സിസ്റ്റം. ഈ ഒരു കാസ്റ്റ് സിസ്റ്റത്തിനെതിരെ സ്വാമി വിവേകാനന്ദ നന്നായിട്ട് റിഫോം ചെയ്തിരുന്നു. ഓക്കെ, ദെൻ ആൾസോ ഹീ പ്രൊമോട്ടഡ് എഡ്യൂക്കേഷൻ എമംഗ് വിമൻ. ദ സെക്കൻഡ് തിങ് ഈസ് സ്ത്രീകൾക്കിടയിലും എഡ്യൂക്കേഷൻ വേണം എന്ന് അദ്ദേഹം പറഞ്ഞു. Okay, then he gave emphasis to the universal brotherhood are remarked. എല്ലാവരും സഹോദരന്മാരാണ് എന്നൊരു കോൺസെപ്റ്റാണ് അദ്ദേഹം ഇനീഷ്യേറ്റ് ചെയ്തത്. ഓക്കെ, ദെൻ ഹി വാസ് ദി ഡിസൈപ്പിൾ ഓഫ് ശ്രീ രാമകൃഷ്ണ പരമഹംസ. ശ്രീ രാമകൃഷ്ണ പരമഹംസ അവരുടെ സ്റ്റുഡൻറ്റ്, അവരുടെ ശിഷ്യനായിരുന്നു സ്വാമി വിവേകാനന്ദ. ഓക്കെ, സോ ഹി ഫൗണ്ടഡ് ദ രാമകൃഷ്ണ മിഷൻ ടു പ്രൊപ്പഗേറ്റ് ദ ടീച്ചിങ് ഓഫ് ഹിസ് മാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ മാസ്റ്ററുടെ കോൺസെപ്റ്റ്സ് ഒക്കെ സമൂഹത്തിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം സ്വാമി വിവേകാനന്ദ ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻ്റെ പേരാണ് രാമകൃഷ്ണ മിഷൻ. Okay, so he totally against the caste system and he promoted the Western education for the women and he emphasized the universal brotherhood and remarked. Okay, then the mission established several educational institutions all over India. അദ്ദേഹം എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അദ്ദേഹത്തിൻ്റെ മിഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. മിഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹി പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ അവേക്കനിങ് ദ നാഷണലിസ്റ്റിക് ഫീലിംഗ് ആൻഡ് സെൽഫ് റെസ്പെക്റ്റ് എമംഗ് ദ ഇന്ത്യൻസ്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വൈകാരികത, നാഷണലിസ്റ്റിക് ഫീലിംഗ് ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് സ്വാമി വിവേകാനന്ദ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. So today we have discussed about the reformers of some leaders like Raja Ram Mohan Roy. He abolished the Sati system in India, and we discussed about Swami Dayananda Saraswati. Then Jyotirao Phule, he promoted widow remarriage, and Pandit Ramabai, he promoted the upliftment of the women and widows, and Sir Syed Ahmad Khan for the upliftment of the education in Muslim, and Swami Vivekananda. So in the past generation we have witnessed the Indian people witnessed so many evil practices like sati, then child marriage, and female infanticides, slavery, etc., and caste system. So we had discussed about some reformers of India. Then today we are going to wind up our class. I hope all you are understood well. Okay, thank you students.